യു ഡി എഫ് എന്തെങ്കിലും മഹത്തായ കാര്യം ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ ഓടിച്ചെന്ന് യു ഡി എഫിനെ ജയിപ്പിച്ചതല്ല. ഏത് വിധേനയും എൽ ഡി എഫിനെ ഇറക്കണം. ഓൾട്ടർനേറ്റ് എന്താ? യു ഡി എഫ് ആണ്. ഇപ്പോൾ സിംഗിൾ പോയിൻ്റായിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം യു ഡി എഫിന് പോകും. യു ഡി എഫിനെ ആക്രമിച്ചാൽ അതിൻ്റെ ഗുണം എൽ ഡി എഫിന് പോകും. ഈ ഒരു ധർമ്മസങ്കടം മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഇല്ല. എൻ ഡി എ എന്ന് പറയുന്ന ഫോർമേഷനെ കേരളത്തിലെ ജനങ്ങൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. 6 മാസത്തിനുള്ളിൽ കേരളത്തിലെ ജനം തലയിൽ കൈവച്ച് പറയും, എൻ്റെ ദൈവമേ, ഈ മനുഷ്യരെയാണല്ലോ ഞങ്ങൾ അധികാരത്തിലേറ്റിയത് എന്ന്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നിയമസഭയിലേക്ക് കേരളം നടത്തിയ വിധിയെഴുത്ത് യു ഡി എഫിനെ 102 സീറ്റോടുകൂടി അധികാരത്തിൽ തിരികെ എത്തിച്ചിരിക്കുകയാണ്. 10 വർഷം നീണ്ട ഭരണത്തിന് ശേഷം 35 സീറ്റുമായി പടിയിറങ്ങേണ്ടി വന്നിരിക്കുകയാണ് ഭരണത്തിൽ നിന്നും എൽ ഡി എഫിന്. ഒപ്പം തന്നെ ബംഗാൾ, തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങളും ഏറെ ആശ്ചര്യമുണ്ടാക്കി, അത്ഭുതമുളവാക്കി. പരിശോധിക്കാം നമുക്ക് ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ടി ജി മോഹൻദാസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. കേരളത്തിൽ 100ലേറെ സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന് വി ഡി സതീശനാണ് ആദ്യം പറഞ്ഞത്. അവസാനം വരെയും അദ്ദേഹം ആ വാക്കിൽ ഉറച്ചു നിന്നു. ആ ഒരു കോൺഫിഡൻസ് പലപ്പോഴും നമുക്ക് തോന്നി ഇതൊരു ഓവർ കോൺഫിഡൻസ് ആയി പോവില്ലേ എന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിന് അനുസരിച്ചുള്ളൊരു വിധി എഴുത്ത് വന്നിരിക്കുന്നു. എങ്ങനെയാണ് കേരളത്തിലെ ജനവിധിയെ അങ്ങ് കാണുന്നത്? കേരളത്തിലെ ജനവിധി സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറ്റി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 6 മാസം ലിയോ നോക്കിക്കോളൂ. 6 മാസത്തിനുള്ളിൽ കേരളത്തിലെ ജനം തലയിൽ കൈവച്ച് പറയും, എൻ്റെ ദൈവമേ, ഈ മനുഷ്യരെയാണല്ലോ ഞങ്ങൾ അധികാരത്തിലേറ്റിയത് എന്ന്. അതുകൊണ്ട് പിണറായി വിജയൻ ജയിക്കണമായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഇവർ തമ്മിൽ ഭരണത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. യു ഡി എഫ് കുറച്ചുകൂടെ മീഡിയ ഫ്രണ്ട്ലി ആയിരിക്കും. മീഡിയയോട് കടക്ക് പുറത്ത് എന്നൊന്നും യു ഡി എഫ് പറയില്ല. അത്രയും വ്യത്യാസം പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ കേസുകളുടെ എണ്ണം കുറഞ്ഞിരിക്കും. പിണറായി വിജയൻ വലിയൊരു വ്യവഹാരിയായിരുന്നു. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കേസ് പറയുന്ന സ്വഭാവക്കാരനായിരുന്നു. ആ സ്വഭാവക്കാരൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ആ ടീമിലുണ്ടായിരുന്ന ആളുകൾക്ക് വക്കീലന്മാരുമൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. സുപ്രീം കോടതിയിലെ വക്കീലന്മാർക്ക് കാശുണ്ടാക്കണമെങ്കിൽ ഏറ്റവും നല്ലത് പിണറായി വിജയനെ എന്തെങ്കിലും പറഞ്ഞ് ചാട്ടേ കയറ്റിയിട്ട് കേരള സർക്കാരിനെ കൊണ്ട് കേസ് കൊടുപ്പിക്കുക. അങ്ങനെയാണ് ഈ നമ്മുടെ കേന്ദ്രവിഹിതം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് കേസ് എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് വലിയ വക്കീലിനെയൊക്കെ ഇറക്കി അവസാനം എങ്ങുമില്ലാതെയൊക്കെ പോയി. അത് ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ അങ്ങനെ നടത്തുന്ന വ്യവഹാരിയായിരുന്നു പിണറായി വിജയൻ. ഈ വ്യവഹാരങ്ങൾ ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിലും വി ഡി സതീശനാണെങ്കിലും ഒരുപക്ഷെ എണ്ണം ഒരല്പം കുറഞ്ഞിരിക്കും. എന്നാൽ വി ഡി സതീശൻ പ്രത്യേകിച്ച് പറയുന്നത് കേട്ടിട്ടില്ലേ, ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം. ഇപ്പോൾ യു ഡി എഫിലെ പല നേതാക്കളും പറയുന്നത് ഇടതുപക്ഷ മൂല്യങ്ങളെ കൈവിട്ടതാണ് എൽ ഡി എഫിനെ പറ്റിയ അബദ്ധം. അപ്പോൾ എൽ ഡി എഫിനെ തിരുത്താനാണ് യു ഡി എഫ് ഇറങ്ങിയിരിക്കുന്നത്, യഥാർത്ഥ ഇടതുപക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ മലയാളം, സമകാലിക മലയാളം വാരികയ്ക്ക് ഒരു അഭിമുഖം കൊടുത്തിരുന്നു. അതിൻ്റെ തലക്കെട്ട് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്നായിരുന്നു. വി ഡി സതീശൻ ഇടതുപക്ഷക്കാരനാണ്, കമ്മ്യൂണിസ്റ്റാണ്. കോൺഗ്രസ്സിൽ നിറയെ കമ്മ്യൂണിസ്റ്റുകാരാണ്, കോൺഗ്രസ്സുകാർ വളരെ കുറവാണ്. വി ഡി സതീശൻ കമ്മ്യൂണിസ്റ്റാണ്, വി ടി ബൽറാം കമ്മ്യൂണിസ്റ്റാണ്, ഇങ്ങനെ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഇന്നിപ്പോൾ കെ ടി ജലീലിനെ തോൽപ്പിച്ച ജോയിയോ, അയാളും പറയുന്ന കേട്ടു ഇടതുപക്ഷ മൂല്യങ്ങൾ കൈവിട്ട് കളഞ്ഞു, മാർക്സിസം ലെനിനിസം കൈവിട്ട് കളഞ്ഞു. ഇപ്പോൾ ഇയാളിത് സ്ഥാപിക്കാൻ പോവുകയാണെന്ന് നിസ്സാരം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ് കോൺഗ്രസ്സിനുള്ളത്. കോൺഗ്രസ്സിൽ വളരെ കുറച്ച് കോൺഗ്രസ്സുകാരേ ഉള്ളൂ.
ഉമ്മൻചാണ്ടി കോൺഗ്രസ്സുകാരനായിരുന്നു, മരിച്ചുപോയി. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇപ്പോൾ ഉള്ള കോൺഗ്രസ്സുകാരൻ. അദ്ദേഹത്തിന് ഈ വക ജാടയൊന്നുമില്ല, ഇടതുപക്ഷ ജാടയൊന്നും പറയുകയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കയറ്റുകയുമില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പേര് എവിടെയെങ്കിലും ലിയോ കേട്ടിട്ടുണ്ടോ? ഇല്ല. വളരെ സീനിയറാണ്, നല്ല അഡ്മിനിസ്ട്രേറ്ററാണ്, ഒരു വിവാദങ്ങളിൽ നിന്ന് വരെ ചാടിയിട്ടില്ല, ഒരു അഴിമതി ആരോപണമില്ല, അന്യഥായുള്ള വ്യക്തിപരമായ സ്വഭാവ ദൂഷ്യമോ സംഗതികളെ പറ്റി ആരും ഒന്നും ഇന്നുവരെ ആരോപിച്ചിട്ടില്ല. എല്ലാം കൊണ്ടും യോഗ്യനാണ്. കോട്ടയത്ത് നിന്ന് തുടർച്ചയായിട്ട് ജയിച്ചു വരുന്നു. ബട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരും പരിഗണിക്കുകയില്ല. കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അതേസമയം ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ രമേശ് ചെന്നിത്തല പോലും നല്ലൊരു ശതമാനം കമ്മ്യൂണിസ്റ്റാണ്. വി ഡി സതീശൻ്റെ അത്രയും ഇല്ലെന്നേ ഉള്ളൂ, ബട്ട് കമ്മ്യൂണിസ്റ്റാണ്. ഇവരൊക്കെ റാങ്ക് ഹിന്ദു വിരുദ്ധരുമാണ്. രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ ഒക്കെ ഹിന്ദു വിരുദ്ധരാണ്. കെ സി വേണുഗോപാലൊക്കെ ഹിന്ദു വിരുദ്ധനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹിന്ദു വിരുദ്ധനല്ല. എന്ന് വെച്ച് ഹിന്ദുക്കളെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുകയോ അങ്ങനെ ഒരു സ്വഭാവവും തിരുവഞ്ചൂരിനില്ല. കാരണം ഇവരുടെ കൂട്ടത്തിൽ നിന്ന് പിഴയ്ക്കണമല്ല. എന്നാൽ ഇന്ന് വരെ ഹിന്ദുക്കളെ ആക്രമിക്കാത്ത ഒരു കോൺഗ്രസ്സുകാരൻ തിരുവഞ്ചൂരാണെന്ന് ഞാൻ പറയും. രമേശ് ചെന്നിത്തല പോലും അതെന്താവശ്യത്തിനാണെന്ന് എനിക്ക് മനസ്സിലായത്, ആ മീശ വിവാദത്തിലൊക്കെ ഇടപെട്ട് വഷളാക്കിയ ആളാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ പൊതുവെ ആൻറ്റി ഹിന്ദു സ്വഭാവമാണ് ഇവർക്കെല്ലാം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതൊന്നും പുറത്തെടുക്കില്ല. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എല്ലാവരോടും ചിരിച്ചൊക്കെ വർത്താനം പറയും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് കോൺഗ്രസിൻ്റെ. ഈ സർക്കാരിനെ അധികാരത്തിൽ കയറ്റിയതിൽ 6 മാസത്തിനുള്ളിൽ ജനം പശ്ചാത്തപിക്കും. ജനത്തിന് വേറൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടായിരുന്നു കേരളത്തിൽ, അത് NDA ആണ്. ബട്ട് ജനങ്ങളുടെ വിലയിരുത്തലിൽ ഒരുപക്ഷെ NDA അത്ര കണ്ട് പോരാ എന്ന് തോന്നിയിട്ടായിരിക്കാം NDA അവർ പരിഗണിച്ചില്ല. തമിഴ്നാട്ടിൽ നോക്കുക, ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസും ഇല്ലാത്ത വിജയ്ക്ക് അവർ ബഹുഭൂരിപക്ഷം കൊടുത്തു. ഭൂരിപക്ഷത്തിന് തൊട്ട് താഴെ വിജയ് എത്തി. എന്ത് ധൈര്യത്തിലാണ് തമിഴ്നാട്ടിലെ ജനത അങ്ങനെ ചെയ്തത്? അതും ഒരു ബുദ്ധിമോശമാണെന്ന് നാളെ തെളിഞ്ഞു എന്ന് വരാം. ബട്ട് ബോൾഡായിട്ട് അവരൊരു പരീക്ഷണത്തിന് തയ്യാറായി. ADMK DMK എന്നുള്ള 2 രീതി LDF UDF കളിക്കുന്ന പോലെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് അതിൽ നിന്നും മാറി ഒന്ന് കുടഞ്ഞിട്ട് വിജയെങ്കിൽ വിജയ് ഒന്ന് പരീക്ഷിച്ച് കളയാം എന്ന് അവർ തീരുമാനിച്ചു. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും LDF വിട്ടാൽ അവർക്ക് ആശ്രയം UDF ആണ്. ഇനിയിപ്പോൾ UDF വിട്ടാൽ LDFനെ ആയിരിക്കും ആശ്രയിക്കുക. പക്ഷേ അത് സമീപഭാവിയിൽ മാറാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? നമ്മളിപ്പോൾ നോക്കുമ്പോൾ 3 സീറ്റിലേക്ക് വന്നിരിക്കുകയാണ് BJPയുടെ നേട്ടം. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലുമൊക്കെ ആയി വന്നിരിക്കുകയാണ്. പ്രതീക്ഷയുള്ള പല സ്ഥലത്തും കൈവിട്ടു പോയി എങ്കിലും എണ്ണം 3 ആയിരിക്കുകയാണ്. ഇത് ഒരു 5-10 വർഷം കഴിയുമ്പോൾ എണ്ണം കൂടാനുള്ള സാധ്യതയും ഏറെയാണ്. കാരണം ഒട്ടേറെ മണ്ഡലങ്ങളിൽ അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് എത്രയോ കാലമായി പറഞ്ഞു വരുന്ന ഒരു കാര്യമല്ലേ. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും BJP 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങൾ ഇത്രയുണ്ട്, BJPക്ക് 20,000-ൽ കൂടുതൽ വോട്ട് കിട്ടിയ മണ്ഡലങ്ങൾ ഇത്രയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ അഡീഷണലായിട്ടൊരു പോയിൻ്റ് കൂടെ വേണമെങ്കിൽ പറയാം. ബംഗാളിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്. BJPക്ക് ആദ്യം 3 സീറ്റായിരുന്നു, പിന്നെ 77 സീറ്റായി, ഇപ്പോൾ 203 സീറ്റോ അങ്ങനെ എന്തോ ആയി എന്നൊക്കെ പറയാം. ഇതുപോലത്തെ താരതമ്യങ്ങളെ എവിടെന്നെങ്കിലുമൊക്കെ തപ്പിപ്പിളക്കി എടുത്തിട്ട് അതൊരു വീണിടം വിദ്യയാക്കുന്നത് ശരിയല്ല. 3 സീറ്റ് BJPക്ക് പോരാ. എനിക്കതിൽ യാതൊരു ഒരു സംതൃപ്തിയും അത് തരുന്നില്ല. BJPക്ക് ഒരു 15-20 സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ അതൊരു തുടക്കമാണ് എന്ന് പറയാം. ഇതിപ്പോൾ മറ്റേ മുരളീധരൻ ജയിച്ചു 265 വോട്ടിന് കഷ്ടിച്ച് എസ്കേപ്പിംഗ് ബൈ ദ സ്കിൻ ഓഫ് ദ ടീത്ത് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ അങ്ങനെ കടന്നുകൂടി എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരു സ്ഥായിയായ രാഷ്ട്രീയ മാറ്റമൊന്നുമല്ല. ഒരു 15-20 സീറ്റ്, അതിന് 1-2 സീറ്റ് ഇതുപോലെയൊക്കെ ഉള്ളിത്തൊലി ഭൂരിപക്ഷത്തോടെയൊക്കെ ജയിച്ചു എന്ന് വരാം.
എന്നാൽ പോലും 15 or 20 വുഡ് ഹാവ് ബീൻ എ ജെൻറ്റിൽ വിക്ടറി. ഒരു തുടക്കമാണെന്ന് പറയാം. ഈ 3 യാദൃച്ഛികതയുടെ ലിസ്റ്റിൽ ഞാൻ പെടുത്തുന്നുള്ളൂ. അത് അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയതേ ഉള്ളൂ. ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ BJP-യിൽ തരക്കേടില്ലാത്ത സ്ഥാനാർത്ഥിയാണ്, ഇവർക്ക് വോട്ട് ചെയ്ത് കളയാം എന്ന് തീരുമാനിച്ചു. ചെറിയ നേരിയ ഭൂരിപക്ഷത്തിലേക്ക് ജയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാങ്കേതികമായിട്ടത് വിജയമാണ്. പക്ഷേ വാസ്തവത്തിൽ അതൊരു വിജയമല്ല. ഒരു ജനങ്ങളുടെ ഒരു കോൺഷ്യസ് ആയിട്ടെടുത്ത ഒരു തീരുമാനമല്ല. അതങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു വിജയക്കുതിപ്പാണ്, അതിൻ്റെ തുടക്കമാണ് എന്ന് വിലയിരുത്താൻ ആയിട്ടില്ല. ഞാൻ ഇതിനു മുമ്പും ഇതേ ഇക്വേഷൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും ഇത് തന്നെ പറഞ്ഞു. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടി, ഇനിയിപ്പോൾ അങ്ങോട്ട് വെച്ചടി കയറ്റം. ലോക്സഭാ തെരഞ്ഞെടുപ്പോഴും ഇത് തന്നെ കേട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര മണ്ഡലങ്ങളിൽ BJP മുന്നിട്ട് നിൽക്കുന്നു, ഒക്കെ ശരി. പക്ഷേ നിയമസഭയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ മണ്ഡലങ്ങളെല്ലാം അപ്രത്യക്ഷമായി. എങ്ങനെ അപ്രത്യക്ഷമായി? അപ്പോൾ അത് വേറൊരു സിറ്റുവേഷനിൽ അങ്ങനെ സംഭവിച്ചതാണ്. നിയമസഭ വന്നു കഴിയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ വേറൊരു രീതിയിൽ ചിന്തിക്കുന്നു. BJP പ്ലസ് അഥവാ NDA എന്ന് പറയുന്ന ഫോർമേഷനെ കേരളത്തിലെ ജനങ്ങൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. അത് എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ള കാരണങ്ങൾ NDA ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതാണ്. ഈ പ്രീ കൺസീവ്ഡ് നോഷൻസ് വെച്ചിട്ട് ഞങ്ങൾ ജയിക്കാൻ പോവാണ് എന്നൊക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് ആവേശം കൂട്ടാൻ കൊള്ളാം. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിലത്തിറങ്ങി ഇത് കാര്യമായിട്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ BJP ശ്രമിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നോക്കാം അവരെന്ത് ചെയ്യുന്നു. ഓക്കെ. വേറൊന്ന് നമ്മൾ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നൊരു നിലപാട് ഉണ്ടായിരുന്നു പണ്ട് മുതൽ തന്നെ. ഇക്കുറി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് 12 സീറ്റാണ് അവർ പ്രതീക്ഷിച്ചത് എന്നാണ്. 3 സീറ്റിലേക്ക് വന്നു. ശക്തമായ ഒരു UDF അനുകൂല തരംഗം വന്നു. പിണറായി സർക്കാരിനെ എങ്ങനെയും താഴെ ഇറക്കാൻ വേണ്ടി ജനം UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല, ഈ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിച്ചില്ല. അങ്ങനെയാണ് പലരും പറയുന്നത്. അങ്ങനെ ആയിരിക്കുമോ? ഇല്ല, ഇത് UDF അനുകൂല തരംഗമായിരുന്നില്ല, LDF വിരുദ്ധ തരംഗമായിരുന്നു. UDF എന്തെങ്കിലും മഹത്തായ കാര്യം ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ ഓടിച്ചെന്ന് UDF-നെ ജയിപ്പിച്ചതല്ല. ഏത് വിധേനയും LDF-നെ ഇറക്കണം. ഓൾട്ടർനേറ്റ് എന്താ? UDF ആണ്. ആ UDF എന്നതിന് പകരം NDA എന്ന് ചിന്തിപ്പിക്കാൻ NDAക്ക് സാധിച്ചില്ല. അതാണ് NDAയുടെ പരാജയത്തിന് കാരണം. അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഗുണം എന്തുകൊണ്ട് NDAക്ക് കിട്ടിയില്ല? രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ശരിയാണ്, ഞാനത് കേട്ടില്ല. പക്ഷേ ലിയോ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 12 സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു, അതിൽ 3 കിട്ടിയുള്ളൂ, 1/4 കിട്ടിയുള്ളൂ. ഈസ് ഇറ്റ് എ വിക്ടറി? അല്ല, ഇറ്റ്സ് എ ഡിഫീറ്റ് എന്ന് ഞാൻ പറയില്ല. അത് തീരെ കുറഞ്ഞുപോയി. അതൊന്നിൻ്റെയും സൂചകമല്ല. അതാണ് BJP അടുത്ത തെരഞ്ഞെടുപ്പിൽ വരുമെന്നോ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് പോലും ഈ 3 സീറ്റുകളെ എടുക്കാൻ കഴിയില്ല. സർ, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. BJP കേന്ദ്ര നേതൃത്വം 1 by 1 ആയിട്ടാണ് ഓരോ മേഖലയും എടുക്കുന്നതെന്ന് തോന്നുന്നു. നമ്മൾ നോക്കുമ്പോൾ ബീഹാറിന് ശേഷം ബംഗാളിലേക്ക് പോകുന്നു. ബംഗാളിൽ മാക്രോ ലെവലിലേക്ക് പോലും കാര്യങ്ങൾ പോയി കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കി ആവിഷ്കരിച്ചു. അതിൻ്റെ ഫലവും അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. 200-ലേറെ സീറ്റ് നേടി ബംഗാളിൽ BJP അധികാരത്തിലെത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഇത്തരത്തിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വിജയം അവർ കൃത്യമായി ഓരോ മേഖലയെ അടിസ്ഥാനമാക്കി ആവിഷ്കരിച്ച് നടപ്പിലാക്കി കൊണ്ടുപോകുന്ന പദ്ധതികളുടെ ഫലം കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ കേരളത്തെ അവർ ഇപ്പോഴും കാര്യമായി എടുത്തിട്ടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കേരളത്തിലേക്ക് ഇനി വരുമായിരിക്കും എന്നുള്ളതാണ് പലരും പറയുന്നത്. അത് ഒരു പൊളിറ്റിക്കൽ റീഡിംഗ് ആണ്. ഞാനും അത് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. കേരളത്തെ ഗൗരവമായിട്ട് കേന്ദ്ര BJP എടുത്തിട്ടില്ല. ബട്ട് അതിന് വേറൊരു വശം കൂടെയുണ്ട്. ബംഗാൾ പോലെ അല്ല കേരളം. ബംഗാളിൽ സ്ട്രേറ്റ് ഫൈറ്റ് ആയിരുന്നു. ഒരു വശത്ത് BJP, മറുവശത്ത് TMC. അവിടെ കോൺഗ്രസും CPM ഒക്കെ നേരത്തെ തന്നെ നിലംപരിശായി പോയി കഴിഞ്ഞിരുന്നു.
അവരെ ഒന്നും ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ അങ്ങനെയല്ല. ഒരു വശത്ത് LDF, മറുവശത്ത് UDF, ഇതിൻ്റെ നടുക്കാണ് ബി ജെ പി. ഈ രണ്ടുപേരോടും ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം ബി ജെ പിക്ക് വരുന്നു. ഒരാളെ വല്ലാതെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം ബി ജെ പിക്ക് കിട്ടാതെ മറ്റേ ആൾക്ക് UDFന് കിട്ടുന്നു. ഇപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കും. ബി ജെ പി ആ ശബരിമല പ്രശ്നത്തിൽ ചാടി വീണ് വല്ലാത്ത ബഹളവും സമരവും ഒക്കെ നടത്തി പിണറായി വിജയനെ വല്ലാതെ ആക്രമിച്ചു, CPMനെ വല്ലാതെ ആക്രമിച്ചു, ആ നവോത്ഥാന സദസ്സിനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഗുണം ആർക്ക് കിട്ടി? കോൺഗ്രസിന് കിട്ടി, ബി ജെ പിക്ക് കിട്ടിയില്ല. ഇപ്പോൾ സിംഗിൾ പോയിൻ്റായിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം UDFന് പോകും, UDFനെ ആക്രമിച്ചാൽ അതിൻ്റെ ഗുണം LDFന് പോകും. ഈ ഒരു ധർമ്മസങ്കടം മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഇല്ല. ഇതിനെ നേരിടണമെങ്കിൽ നിങ്ങൾ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് വളർന്നേ പറ്റുള്ളൂ. ഒരു ഓൾട്ടർനേറ്റീവായിട്ട് ജനങ്ങൾക്ക് തോന്നണം, ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ നിറയണം. അല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പണ്ടൊരാൾ RSSൻ്റെ ഒരു ഇൻറ്റേർണൽ മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യം അതിപ്പോൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, പറഞ്ഞ ആൾ മരിച്ചു പോവുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഞാൻ ഡീക്ലാസിഫൈ ചെയ്യാം. അദ്ദേഹം പറഞ്ഞു, BJP ഒരു റെയിൽവേ സ്റ്റേഷൻ പാർട്ടി ആയാൽ ശരിയാവില്ല. ഈ ട്രെയിൻ വന്ന് നിൽക്കുമ്പോൾ ചായ കാപ്പി എന്ന് പറയുന്ന സമ്പ്രദായം, തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബഹളം വയ്ക്കുക. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തീവണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ചായക്കാരനെ കാണില്ല പ്ലാറ്റ്ഫോമിൽ. നമ്മൾ പ്രാണം പോകാൻ പോകുന്നു, ഒരു തുള്ളി വെള്ളം വേണം, ആ ചായക്കാരനെ കാണില്ല, അയാൾ പോയി. ഇനി അടുത്ത വണ്ടി വരുമ്പോഴേ അയാൾ വരുള്ളൂ. അപ്പോൾ ഇതുപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ BJPക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അല്പം രസികനായിരുന്നു മനുഷ്യൻ. അന്ന് തന്നെ അങ്ങനെ പറഞ്ഞു, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ അത് BJPയും വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു കാടിളക്കിയുള്ള പ്രചരണമോ സംഗതിയോ കൊണ്ട് മറ്റ് പാർട്ടികൾക്ക് ഒരു പക്ഷേ നേടാൻ പറ്റും, BJPക്ക് നേടാൻ പറ്റില്ല. കാരണം മറ്റ് പാർട്ടികളിലെ പൂർവ്വ പിതാമഹന്മാർ അവർക്ക് ഒരു സംഘടനാ യന്ത്രവും അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസൻസ് നേരത്തെ തന്നെ ഫീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് നോക്കൂ, കോൺഗ്രസ് അധികാരമൊന്നുമില്ലെങ്കിൽ പല സ്ഥലത്ത് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശം ശാന്തമായിരിക്കും. കോൺഗ്രസ്സിന് പല സ്ഥലത്ത് ഓഫീസും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ കോൺഗ്രസ് എന്ന പാർട്ടി എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ അത് തിരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ അതൊന്ന് ഉണർത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ജോലി കഴിയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതുപോലെയാണ്. BJPക്ക് അത് പോരാ. BJP എന്നുള്ള ഓൾട്ടർനേറ്റ് ഓരോ സ്ഥലത്തും മുക്കിലും മൂലയിലും കേരളത്തിലെത്തിച്ച് അത് ഓർമ്മയിൽ നിർത്തി യോഗ്യന്മാരാണെന്ന് ബോധിപ്പിച്ച് അങ്ങനെ ഒരു ഗ്രൗണ്ട് വർക്ക് BJP ചെയ്തെങ്കിൽ മാത്രമേ BJPക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സർ, മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധയപ്പെടുത്തിക്കോട്ടെ. കേരളത്തിൻ്റെ ഡെമോഗ്രഫി വ്യത്യസ്തമാണ്. ഇവിടെ ഭൂരിപക്ഷമായ ഹിന്ദുക്കൾ 52%, ന്യൂനപക്ഷങ്ങൾ 48%. അപ്പോൾ ഈ ഒരു ചാലഞ്ചിനെ എങ്ങനെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും BJPക്ക്? അത് ഒരു വലിയ കൺഫ്യൂഷൻ അവർക്ക് സൃഷ്ടിക്കുന്നുണ്ടാവില്ലേ നേതൃത്വത്തിന്? 99% ക്രിസ്ത്യാനികളാണ് നാഗാലാൻഡിൽ. എങ്ങനെയാണ് BJP അധികാരത്തിൽ വന്നത്? അവിടെ അവർക്ക് നല്ലൊരു സഖ്യകക്ഷി ഉണ്ടായില്ലേ സർ? അതെ, ഇവിടെ ഉണ്ടാക്കുന്ന സഖ്യകക്ഷി വേണ്ടെന്ന് ആര് പറഞ്ഞു? ഓക്കെ, ഞാൻ പറയാം, കേരള കോൺഗ്രസ് ഒരു ക്രിസ്ത്യൻ പാർട്ടിയാണ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ ക്രിസ്ത്യാനികൾക്കൊരു പാർട്ടി ഉണ്ടെങ്കിൽ അത് കേരള കോൺഗ്രസ് ആണ്, വേറെ പാർട്ടികൾ അല്ല. കറക്റ്റ്. എ പാർട്ടി വിച്ച് ഇസ് റെപ്രസെൻറ്റിങ് ക്രിസ്ത്യൻസ്, അത് കേരള കോൺഗ്രസ് ആണ്. എന്തുകൊണ്ട് കേരള കോൺഗ്രസുമായിട്ട് ഒരു ധാരണയിലെത്താൻ ഇത്രയും കാലമായിട്ട് BJPക്ക് സാധിച്ചില്ല? കേരള കോൺഗ്രസ് ഒറ്റപ്പെട്ടു പോയ സന്ദർഭമായിരുന്നു മാണി സാറിൻ്റെ ബാർക്കോഴ വിഷയം. UDF തന്നെ വെച്ച ഒരു പാരയാണ് ബാർക്കോഴ. അതിനകത്ത് ഒരു കഴമ്പും ഉണ്ടായിരുന്നില്ല, പക്ഷേ വലിയ പ്രചരണം. LDFും അത് ഏറ്റെടുത്തു. മാണി സാറ് അൺടച്ചബിളായി. ആ അൺടച്ചബിളായ സമയത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കൂടെ കൊണ്ടുവരാൻ BJP വിചാരിച്ചാൽ നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു. അതെ. പക്ഷേ BJPയും ഈ പ്രചരണത്തിൽപ്പെട്ട്
ഓ മാണി സാറ് അഴിമതിക്കാരനാണെന്നൊക്കെ വിചാരിച്ച്, വാസ്തവത്തിൽ അങ്ങനെയൊന്നും അല്ല അതിൻ്റെ സത്യാവസ്ഥ. എല്ലാവരും കാശ് മേടിച്ചപ്പോൾ സംഭാവന, മാണി സാറ് വാങ്ങിയപ്പോൾ അത് കോഴ. ഇതായിരുന്നു അതിൻ്റെ സത്യം. ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു തന്നെ. ബട്ട് വലിയൊരു അഡ്വർടൈസ്മെൻറ്റ് ബ്ലിസ് ക്രീഗൊക്കെ ഇറക്കി മാണി സാറിനെ ഒറ്റപ്പെടുത്തി കളഞ്ഞു. തുടർന്ന് അദ്ദേഹത്തിന് പ്രായമായിരുന്നു, അദ്ദേഹം മരിച്ചും പോയി. ആ ചാൻസ് അങ്ങ് നഷ്ടപ്പെടുത്തി. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ചാൻസുകൾ ഇങ്ങനെ കൂടെ കൂടെ വരികയൊന്നുമില്ല. അല്പം ദീർഘവീക്ഷണത്തോടെ ആളുകളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാവണം. ഇപ്പോൾ BDJS-ഉം BJP-യുമായിട്ട് കൂട്ടുകൂടിയിട്ട് എത്ര കാലമായി? കാലം ഒരുപാടായി. പക്ഷേ ഇപ്പോഴും മോരും മുതിരയും പോലെയല്ലേ കിടക്കുന്നത്. അവർ തമ്മിലൊന്ന് ജെല്ലായിട്ടുണ്ടോ ആ കൂട്ടുകെട്ട്? ഇല്ല. ഇവരൊന്നാണ് എന്ന് ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. എല്ലാം പോട്ടെ, ഒരു നിസ്സാര കാര്യം ഞാൻ പറയാം. BDJS-ൻ്റെ ഒരു വക്താവിനെ പത്രസമ്മേളനം നടത്തുന്നതായിട്ട് ലിയോ കണ്ടിട്ടുണ്ടോ? BDJS പത്രസമ്മേളനം നടത്തുന്നു. ഏത് രാഷ്ട്രീയ പാർട്ടിയും ഒരു 2 മാസത്തിൽ ഒരു പത്രസമ്മേളനം വെച്ച് നടത്തും, ബൈറ്റ് കൊടുക്കും, ഇതൊക്കെ ചെയ്യും. BDJS അത് ചെയ്യില്ല. ഒരു പക്ഷേ BJP-ക്ക് ഇത് ഇഷ്ടപ്പെടില്ല. BJP-ക്കാരാണ് TV-യിലും പത്രസമ്മേളനത്തിലും ഒക്കെ നിറഞ്ഞാടുന്നത്. അവരെന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം BDJS ഒന്നും മിണ്ടുന്നില്ല. ആ കൂട്ടുകെട്ട് അങ്ങ് ജെല്ലായിട്ടില്ല. ഇത് ചെയ്യാനാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശ്രമം വിജയത്തിലേക്ക് എത്തിയിട്ടില്ല. അതെത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. BJP-യുടെ ഒരു സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് മാറേണ്ടിയിരിക്കുന്നു. അല്ല സാർ, അങ്ങ് പറഞ്ഞതിനോട് ഞാൻ ഒരെണ്ണം ആഡ് ചെയ്യാം. പല സ്ഥലങ്ങളിലും പല മണ്ഡലങ്ങളിലും നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJP പ്രവർത്തകർ പറയുന്നതാണ്, ഞങ്ങൾക്ക് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനാണ് താല്പര്യം. താമര ചിഹ്നമായിരുന്നുവെങ്കിൽ വോട്ട് ചെയ്യുമായിരുന്നു. മറുവശത്ത് സ്ഥാനാർത്ഥിയായിരുന്ന BDJS-ൻ്റെ നേതാവ് പറയുന്നത്, ഞങ്ങൾക്ക് BJP-യുടെ വോട്ട് ലഭിച്ചില്ല. അങ്ങ് പറഞ്ഞത് ശരിയാണ്, ജെല്ലായിട്ടില്ല ഇതുവരെയും സഖ്യകക്ഷികൾ തമ്മിൽ. ഇത് പ്രവർത്തകരെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? ഞാൻ BJP അനുഭാവിയാണ്. എത്രയോ കാലമായിട്ട് BJP-ക്ക് വോട്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ ജീവിക്കുന്ന നിയോജകമണ്ഡലത്തിൽ 2020-യുടെ സ്ഥാനാർത്ഥിയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. എനിക്ക് മുൻപരിചയമൊന്നുമില്ല. ആദ്യമേ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഒരു വാഹനത്തിൽ ഇങ്ങനെ കൈവീശി പോകുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ. ബട്ട് ഒരു കമ്മിറ്റഡ് BJP-ക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തു. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പ്രവർത്തകരുണ്ടാകും. അവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൽ 110 വിമതന്മാരുണ്ടായിരുന്നു. 110 വിമതന്മാർ. അവർ നോമിനേഷൻ കൊടുക്കുമെന്ന് ഏകദേശം ഉറപ്പായി. അമിത്ഷാ പറ്റ്നയിൽ പോയിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഒരു ഫ്ലോർ മുഴുവൻ ബുക്ക് ചെയ്തു. എന്നിട്ട് ഈ 110 പേരെയും അവിടെ വിളിച്ചു വരുത്തി. ഒരു മുറിയിൽ അമിത്ഷാ ആയിരുന്നു, ബാക്കി മുറികളിലായിട്ട് ഇവർ ഇരിക്കാനൊക്കെയുള്ള സ്ഥലം വേണമല്ലോ. അതിന് ഓരോരുത്തരോടും സംസാരിച്ച് ഒതുക്കി അവരുടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് സീറ്റ് തന്നില്ല എന്ന് കൺവിൻസ് ചെയ്തു. പലർക്കും ആവശ്യം അമിത്ഷായുടെ കൂടെ ഒരു സെൽഫി എടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അതിൽ കവിഞ്ഞ പ്രശ്നമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. 110 പേരെയും പറഞ്ഞ് സമാധാനിപ്പിച്ച് അമിത്ഷാ തിരിച്ചുപോയി. അതിന് 3 ദിവസം എടുത്തു. 3 ദിവസം പാറ്റ്നയിൽ ക്യാമ്പ് ചെയ്യേണ്ടി വന്നു. നിങ്ങൾക്ക് ഇത് പ്രവർത്തകരെ പറഞ്ഞ് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഇവിടെ BDJS മത്സരിക്കുന്നത്, ഇവിടെ 2020 മത്സരിക്കുന്നത്. ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. യാത്ര ചെയ്യണം, ആൾക്കാരോട് സംസാരിക്കണം, അതിനൊരു ടീം വേണം. ഒരാൾക്ക് മൊത്തം കേരളത്തിൽ ഇങ്ങനെ ചെയ്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ കൺവിൻസ് ചെയ്യാൻ പ്രാപ്തിയുള്ള മുതിർന്ന പ്രവർത്തകരെ ഇതിനു വേണ്ടിയിട്ട് നിയോഗിച്ച് ഓരോ സ്ഥലത്തും പോയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇവരെ കൂട്ടിക്കെട്ടി വേണം കൊണ്ടുപോകാൻ. അങ്ങനത്തെ ഒരു എഫേർട്ടിന് ആരും തയ്യാറല്ല. എല്ലാവർക്കും ചുളുവിന് എലക്ഷൻ ജയിക്കണം. സോഷ്യൽ മീഡിയയിൽ 4 റീലും ഒക്കെ ഇട്ട് അങ്ങനെ ഹരഹര മഹാദേവ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ വോട്ട് വരുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വരില്ല. ഈ പറഞ്ഞ പ്രശ്നമുണ്ട്, എനിക്കറിയാം. BDJS-ന് BJP-യുടെ വോട്ട് കിട്ടാത്ത പ്രശ്നമുണ്ട്. BJP-ക്കാർക്ക് BDJS-നോ അല്ലെങ്കിൽ 2020-ക്കോ വോട്ട് ചെയ്യാനുള്ള പ്രയാസവുമുണ്ട്. ഈ പ്രയാസം സ്വാഭാവികമാണ്. ഇതുണ്ടാവുമെന്ന് മനസ്സിലാക്കി ഗ്രൗണ്ട് ലെവലിൽ ഈ ജാതി ആൾക്കാരെ വിട്ട് കൺവിൻസ് ചെയ്യിക്കാൻ
ഓരോ സ്ഥലത്തും മുക്കിനും മൂലയിലും എത്താൻ പറ്റിയ പ്രവർത്തകർ വേണം. അതെ. അതിന് നിങ്ങൾക്ക് ബി ജെ പിയിലെ ഇപ്പോൾ ആക്റ്റീവ് പൊളിറ്റിക്സിലുണ്ടാകുകയും പിന്നെ റിട്ടയർ ചെയ്യുകയൊക്കെ ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അവരെ ഈ കാര്യത്തിന് ഉപയോഗിക്കാം. അതിനായിട്ട് അവർ യാത്ര ചെയ്യേണ്ട, അവരുടെ ചുറ്റുമുള്ള കാര്യം മാത്രം അവരെ ഏൽപ്പിച്ചാൽ മതി. ഇങ്ങനെയൊക്കെ മെറ്റിക്കുലസ് ആയിട്ട് ചെയ്താൽ മാത്രമേ ചേഞ്ച് ഉണ്ടാവുള്ളൂ. എല്ലാവരും ത്രിപുരയുടെ ഉദാഹരണം പറയുമല്ലോ. ത്രിപുരയിൽ എന്താ അവർ ചെയ്തത്? അതും അമിത്ഷായാണ് ചെയ്തത്. വോട്ടർ പട്ടിക കീറി ഓരോ ഷീറ്റ് ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്തു. അതിൽ 50 പേരുണ്ട്. ആ 50 വീട്ടിൽ അടുത്ത 2 വർഷം കയറിക്കൊണ്ടേയിരിക്കുക ഇടയ്ക്കിടയ്ക്ക്. ബി ജെ പി എന്നാണ് ആ ഒരു ലഘുലേഖ അത് ഇതെന്ന് പറഞ്ഞിട്ട് ഗൃഹസമ്പർക്കം ചെയ്തുകൊണ്ടേയിരിക്കുക. അതിലാരെങ്കിലും ചീത്ത വിളിക്കുകയോ പട്ടിയെ അഴിച്ചു വിടുകയോ ഒക്കെ ചെയ്തു എന്ന് വരും. അതങ്ങ് സഹിക്കുക. നിങ്ങളിത് ചെയ്യുമെന്ന് പറഞ്ഞു. 2 വർഷം അവർ വിത്തൗട്ട് ഫെയിൽ അവരത് ചെയ്തു. ത്രിപുര തകിടം മറിഞ്ഞു. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒറ്റ രാത്രി കൊണ്ട് ത്രിപുര മറിഞ്ഞുപോയി. പൊളിറ്റിക്സിൽ നിങ്ങൾക്ക് ഒരു പണിയും ചെയ്യാതെ ജയിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര വലിയ ഇൻ്റർനാഷണൽ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാവണം. ഇപ്പം അരവിന്ദ് കെജ്രിവാൾ വല്ലവരെയും കൊണ്ട് ജോലി ചെയ്യിച്ച് മുഖ്യമന്ത്രിയായ ആളാണ്. എന്നാൽ പോലും അയാൾക്ക് പോലും പ്രവർത്തിക്കാൻ, ഗ്രൗണ്ട് ലെവൽ പ്രവർത്തിക്കാൻ ധാരാളം ആൾക്കാർ വന്നിരുന്നു. പിന്നീട് നിരാശരായിട്ട് അവരൊക്കെ തിരിച്ചുപോയി എന്നുള്ളത് വേറെ കാര്യം. ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മുന്നോട്ടൊന്നും വരാൻ പറ്റില്ല. ശരിയാണ്, ശരിയാണ്. എന്നാൽ ഇതില്ലാതെ ഇപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ വലിയ പ്രവർത്തനമൊന്നുമില്ലാതെ 4-5 റാലിയൊക്കെ കൊണ്ട് അധികാരത്തിൽ വന്നിരിക്കുകയാണ് വിജയ്. അത് ആ ഒരു എനിക്കറിയില്ല ആ ഒരു അത്ഭുതം എങ്ങനെ സംഭവിച്ചു എന്നും അതിൻ്റെ പരിണതി എന്തായിരിക്കുമെന്നും കണ്ടു തന്നെ അറിയണം. ഓക്കെ, നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ സാർ, കേരളത്തിൽ സി പി എമ്മിന് സംഭവിച്ച അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് സംഭവിച്ച തോൽവിയെക്കുറിച്ച് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു. ഇടതുപക്ഷ വിരുദ്ധ വികാരത്തിൽ യു ഡി എഫ് വലിയ വിജയം നേടി അധികാരത്തിലേക്ക് എത്തുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന്. ചില മണ്ഡലങ്ങളിലെ റിസൾട്ട് ഒരുപാട് ചിന്തിപ്പിക്കുന്നതായിരിക്കും സി പി എമ്മിനെ. ഒന്ന് അമ്പലപ്പുഴയിലെ, അതുപോലെ തന്നെ തളിപ്പറമ്പ്, പയ്യന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ റിസൾട്ട് സി പി എമ്മിന് അവരുടെ അണികൾ തന്നെ കൊടുത്ത വലിയ തിരിച്ചടിയായി തന്നെ വേണം കണക്കാക്കാനെന്ന് തോന്നുന്നു. നേതാക്കൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, അവർക്കൊരു താക്കീത്, അവർക്കൊരു മുന്നറിയിപ്പ്, അതായിരിക്കട്ടെ ഈ റിസൾട്ട് എന്ന് അവർ കരുതി കാണുമോ? അങ്ങനെ ആയിരിക്കുമോ ഒട്ടേറെ മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ വലിയ തിരിച്ചടി, അവരുടെ വമ്പൻ നേതാക്കൾ പോലും തോറ്റുപോയത്? തീർച്ചയായിട്ടും ഇത്തവണ അത് സംഭവിച്ചിട്ടുണ്ട്. അസംതൃപ്തരായ സി പി എമ്മുകാർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു. അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ അവർക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. നേരത്തെയൊക്കെ അവർക്കൊരു മാനസിക പ്രയാസം ഉണ്ടായിരുന്നു. ഇത്രയും കാലം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് ചെയ്തു, ഞാനെങ്ങനെ കൈപ്പത്തിക്ക് ചെയ്യും, എൻ്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു, എൻ്റെ അപ്പൂപ്പൻ ഇങ്ങനെയായിരുന്നു, ഞാൻ മാത്രം മാറിക്കുത്തിയാൽ ശരിയാവില്ല, ഇങ്ങനെ ഒരു അവർക്ക് പുറകോട്ടൊരു വലിവുണ്ടായിരുന്നു. ഇത്തവണ ആ സകല വലിവും പൊട്ടിച്ചുകൊണ്ട് അവരങ്ങ് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു. അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമായിരുന്നുമില്ല. കാരണം ബി ജെ പി അവരുടെ വർഗശത്രുവാണെന്നോ മറ്റോ അവർ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വോട്ട് ചെയ്യാൻ കിട്ടിയത് കോൺഗ്രസ്സിനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് അനുകൂല തരംഗമല്ല ഉണ്ടായത്, സി പി എം വിരുദ്ധ തരംഗമാണ്. അത് എൽ ഡി എഫിനെ മൊത്തം അത് ബാധിച്ചു. മൊത്തം എത്രയാ 35 സീറ്റുള്ളതിൽ 26 മറ്റേ ഉള്ളൂ സി പി എമ്മിന്. ബാക്കി 8 സി പി ഐ, 1 ആർ ജെ ഡി, ഇങ്ങനെ നിൽക്കുകയാണ് സി പി എം. അപ്പോൾ സി പി എമ്മിനുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായി എന്ന് സാരം. ആ പൊട്ടിത്തെറിയെ എങ്ങനെ അവർ നേരിടുന്നു എന്നുള്ളത് അടുത്ത അവരുടെ തലവേദനയാണ്, മറ്റുള്ളവരുടെ അല്ല. ബട്ട് ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം ഡോക്ടർ ബി അശോക് ഒരു അനാലിസിസ് അവതരിപ്പിച്ചിരുന്നു. കേരളം ഈ 2031 അടുത്ത തെരഞ്ഞെടുപ്പ്, അദ്ദേഹം പറഞ്ഞു 31 അല്ലെങ്കിൽ 36 ഉറപ്പായിട്ട് വേറൊരു ബൈപോളാർ സിറ്റുവേഷനിലേക്ക് മാറും. അത് ഹിന്ദുക്കൾക്ക് മുൻതൂക്കമുള്ള ഒരു മുന്നണി, ന്യൂനപക്ഷങ്ങൾക്ക് മുൻതൂക്കമുള്ള വേറൊരു മുന്നണി. ഇതായിരിക്കും 2 പ്രധാനപ്പെട്ട കക്ഷികൾ കേരളത്തിൽ. അതിൽ അദ്ദേഹം പറഞ്ഞു, ആ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അല്ലേ സർ? പൊളിറ്റിക്സിൽ ഈ അധിക കാലം ഇങ്ങനെ അൺസ്റ്റേബിളായിട്ട് പൊളിറ്റിക്സിന് നിൽക്കാൻ പറ്റില്ല. പൊളിറ്റിക്സ് അങ്ങ് സ്റ്റേബിളാകും. ഏതെങ്കിലും ഫോഴ്സസൊക്കെ ചേർന്ന് അതിനെ സ്റ്റേബിളാക്കും. അപ്പോൾ
ഇതിനകത്ത് ഇപ്പം ന്യൂനപക്ഷങ്ങളുടെ ഒരു മുന്നണി, ഇപ്പുറത്ത് ഹിന്ദു മുന്നണി. ഇതിൽ കുറച്ച് മുസ്ലിങ്ങൾ അങ്ങോട്ടും കുറച്ച് ക്രിസ്ത്യാനികൾ ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. ബട്ട് ബൈ ആൻഡ് ലാർജ് പ്രാമുഖ്യം ഇവർക്കായിരിക്കും. ഓക്കെ. അങ്ങനെ ഒരു മുന്നണി വന്നു കഴിഞ്ഞാൽ അത് സ്റ്റേബിളായിരിക്കും. പക്ഷേ അതിനകത്തെ ഡീസ്റ്റെബിലൈസിങ് ഫാക്ടർ ക്രിസ്ത്യാനികളായിരിക്കും. കാരണം ക്രിസ്ത്യാനികൾ ഒന്ന് ഹിന്ദുക്കളുടെ കൂടെ ചെരിഞ്ഞാൽ മറ്റേ മുന്നണിയുടെ അടപ്പ് തീരും. അതെ. ക്രിസ്ത്യാനികൾ ഇതിനകത്തുള്ള ഹിന്ദുക്കളുടെ കൂടെ നിൽക്കുന്ന ക്രിസ്ത്യാനികൾക്കും എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യം വന്ന് അവരൊന്ന് ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവർ തളരും. ഇതായിരിക്കും അന്ന് നടക്കാൻ പോകുന്ന തമാശ. അപ്പോൾ ഡോക്ടർ ബി അശോക് പറഞ്ഞു, നിങ്ങൾ ഒരുപക്ഷെ ക്രിസ്ത്യാനികൾ കിങ് മേക്കേഴ്സായിട്ട് മാറുന്ന ഒരു അവസ്ഥ. എണ്ണം അവരുടെ കുറവാണ്, പക്ഷേ അവരേത് ഭാഗത്തേക്ക് ചായുന്നോ ആ ഭാഗത്ത് വെയിറ്റ് കൂടും. അങ്ങനത്തെ ഒരവസ്ഥ. എന്തു വാങ്ങിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ഒരു റീഡിങ് അവതരിപ്പിച്ചു. BJP ഈ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷവും വല്ലാതെ വിഷമിക്കും. ഇടതുപക്ഷം ഞാൻ ഇത് ഇപ്പോഴല്ല, 2012 സംഘപരിവാറും CPM-ഉം തമ്മിലുള്ള സൗഹൃദം വേണം, കൂട്ടുകെട്ടല്ല ഞാൻ പറഞ്ഞത്, സൗഹൃദം വേണം എന്ന് പറഞ്ഞൊരു ലേഖനം എഴുതി. ആ ലേഖനം കേസരി വാരികയിലാണ് വന്നത്. അത് പലരെയും അത്ഭുതപ്പെടുത്തി, കൂടുതലും CPM-ലെ ആൾക്കാരെ. RSSകാർക്ക് വലിയ കുലുക്കമൊന്നും ഉണ്ടായിട്ടില്ല, അവരിതുപോലത്തെ കാര്യങ്ങൾ കേട്ടാൽ കുലുങ്ങുന്നവരുമല്ല. പക്ഷേ CPM-ന് വല്ലാതെ ദേഷ്യം വരികയും അസ്വസ്ഥരാകുകയും പിടിക്കുകയൊക്കെ ചെയ്തു. കാരണം അവർക്കറിയാം അവരുടെ കൂടെ സംഘപരിവാർ സിമ്പതൈസേഴ്സ് ഒരുപാടുണ്ട്, അവരുടെ അണികളിലുമുണ്ട്, നേതൃത്വത്തിലുമുണ്ട്. നമ്മൾ ഒരു ആൻറ്റി ഹിന്ദു പാർട്ടിയായിട്ട് പെരുമാറുന്നത് ശരിയല്ല, ഹിന്ദുക്കളാണ് നമ്മളുടെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻസി എന്നൊക്കെ ചിന്തിക്കുന്നവരും അല്പസ്വല്പം ഒക്കെ അകത്ത് പറയുന്നവരും ഒക്കെ ധാരാളം പേരുണ്ട്. അതുകൊണ്ട് എൻ്റെ ലേഖനം അവർക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കി, അവരവിടെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് ഒരു ഫാക്റ്റാണ്. അതിനുശേഷം ഒരാളിത് പറഞ്ഞ് ഞാൻ കേൾക്കുന്നത് ഈ ഡോക്ടർ ബി അശോകാണ്. അദ്ദേഹം പറഞ്ഞു, CPM അഥവാ LDF തകരുകയാണെങ്കിൽ അതിൻ്റെ ഗുണഭോക്താവ് BJP ആവാനാണ് സാധ്യത. ഓക്കെ. ഇപ്പോൾ കോൺഗ്രസ് വോട്ട് ചെയ്തു എന്ന് വിചാരിക്കേണ്ട, അൾട്ടിമേറ്റ്ലി അതിൻ്റെ ബെനിഫിഷ്യറി BJP ആയിരിക്കും. ആ ഒരു വിഷയത്തിൽ ഞാൻ ഒരു കാര്യം കൂടി, അതായത് സാർ, ഇപ്പോഴത്തെ ഈ വിധിയെഴുത്തിൽ നമ്മൾ തിരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുടെ ഒരു പോളറൈസേഷൻ ഉണ്ടാകും, കൂട്ടത്തോടുകൂടി അവർ UDF-ലേക്ക് പോകുമെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, ഭൂരിപക്ഷത്തെ വലിയൊരു വിഭാഗവും UDF-ന് അനുകൂലമായി തന്നെയാണ് ഇക്കുറി വോട്ട് ചെയ്തതെന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? അതെ അതെ. അതിൻ്റെ ഒരു ഉദാഹരണം G. സുധാകരൻ്റെ വിജയമാണ്. G. സുധാകരൻ തോൽപ്പിച്ച സ്ഥാനാർത്ഥി H. സലാം ആണ്. സാധാരണഗതിയിൽ കേരളത്തിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി മുസ്ലിം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാറില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ രാഷ്ട്രീയ കക്ഷികൾ സമ്മതിക്കാറുമില്ല. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ മുസ്ലിം സ്ഥാനാർത്ഥിക്കെതിരെ നിർത്തുക, എന്നിട്ട് ആ മുസ്ലിം തോറ്റുപോകുക, അങ്ങനെ ചെയ്യാറില്ല. കാരണം അത് ഓബ്വിയസ് ആണ്, അതൊക്കെ ഒരു വലിയ ക്ഷീണമാണല്ലോ മുസ്ലിം സമുദായത്തിന്. അപ്പോൾ ഇത്തവണ H. സലാമിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, മിയർലി ബിക്കോസ് ഞാൻ മുസ്ലിമാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അമ്പലപ്പുഴയിൽ ഞാൻ ജയിച്ചു കയറും. അമ്പലപ്പുഴ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലം ഒന്നുമല്ല, ബട്ട് ഹിന്ദുക്കൾക്ക് മുസ്ലിമിന് വോട്ട് ചെയ്യാൻ വലിയ മടിയൊന്നുമില്ലല്ലോ. ബാക്കി മുസ്ലിങ്ങളുടെ കൺസോളിഡേറ്റ് വോട്ട്. ഈ കളി കുറേ കാലമായിട്ട് ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും ഒക്കെ നടക്കുന്നു. അതാണ് സുധാകരൻ്റെ ബേസിക് ഗ്രീവൻസ്. അത് പുറത്ത് പറയാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അദ്ദേഹം പാർട്ടിയിൽ അംഗത്വം പുതുക്കാതെ അത് വിവാദമായിട്ട് നിന്നപ്പോൾ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, പിന്നീട് അദ്ദേഹം പറഞ്ഞില്ല, ഒരേ ഒരു തവണയെ പറഞ്ഞോളൂ. 72 ബൂത്തുകളിൽ മുസ്ലിങ്ങൾക്കാണ് ഭൂരിപക്ഷം അമ്പലപ്പുഴയിൽ. 72 ബൂത്തുകളിൽ അതിൽ 70ഉം എൻ്റെ കൂടെയാണ്, എന്നെ അങ്ങനെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കണ്ട എന്ന് G. സുധാകരൻ പറഞ്ഞിരുന്നു.
മാധ്യമങ്ങൾ അത് കൃത്യമായിട്ടൊന്നും കവർ ചെയ്തില്ല. വന്നു, മാധ്യമത്തിൽ വന്നുകൊണ്ടാണല്ലോ ഞാനിത് അറിഞ്ഞത്. ബട്ട് അത് കഴിഞ്ഞിട്ട് അത് ചർച്ചയായില്ല. കാരണം ആ ചർച്ച ഒരു ഡേഞ്ചറസ് ചർച്ചയാവും. സുധാകരനും അറിയാം അതൊരു സ്ലിപ്പറി സ്ലോപ്പാണ്, അങ്ങോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത്. സുധാകരൻ പോകാതെ ബുദ്ധിപൂർവ്വം മിണ്ടാതെ നിന്നു. അപ്പോൾ ഇത് ഉണ്ടായിട്ടുണ്ട്, ഈ പറഞ്ഞ കൺസോളിഡേഷനും ഉണ്ടായിട്ടുണ്ട്, കൺസോളിഡേഷന് വിരുദ്ധമായിട്ടും ഉണ്ടായിട്ടുണ്ട്. ആരായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നാണ് അങ്ങയുടെ ഒരു ഇൻറ്റ്യൂഷൻ? കാരണം ചർച്ചകളും ഒക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് ഫൈനൽ തീരുമാനമെടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു 90% KC വേണുഗോപാലിനെ ഫേവർ ചെയ്യാനാണ് സാധ്യത. KC വേണുഗോപാൽ പറഞ്ഞ് മനസ്സിലാക്കി, ഞാൻ ഇത്ര വർഷമായി ഇങ്ങനെയായി, ഞാൻ KPCC ജനറൽ, പക്ഷേ ഞാൻ ഇതുവരെ മുഖ്യമന്ത്രി ആയിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. രാഹുൽ ഗാന്ധിക്ക് അത് ചെയ്യണമെന്നും ഉണ്ടാവും. ബട്ട് അതിൽ വരാനുള്ള കീറാമുട്ടി എന്താണെന്ന് വെച്ചാൽ KC വേണുഗോപാൽ MLA അല്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ രാജിവെച്ച് KC വേണുഗോപാലിനെ ജയിപ്പിക്കണം. ആര് രാജിവെക്കും? അതവസാനം കറങ്ങിത്തിരിഞ്ഞു നമ്മുടെ പാവൻ ലിജുവിൻ്റെ വല്ലതും തലയിലായിരിക്കും വരുന്നത്. ലിജു ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഇത്തവണ ജയിച്ചത്. ആ സാധുവിനെ വെറുതെ കുരുതി കൊടുക്കും ഇവർ. അപ്പോൾ അങ്ങനെ ഒരു കുരുതി നടത്തണോ? അതൊരു ചോദ്യമായിരിക്കും. അത് KC വേണുഗോപാലിന് ഒരു നെഗറ്റീവാണ്. പിന്നെ ബാക്കിയുള്ളത് രമേശ് ചെന്നിത്തലയും BD സതീശനുമാണ്. ആ യുദ്ധത്തിൽ രമേശ് ചെന്നിത്തല ജയിക്കും എന്ന് ഞാൻ കരുതുന്നു. അതിന് കാരണം കോൺഗ്രസ്സിന് ഒരു സ്വഭാവമുണ്ട്, NSS പറയുന്നത് കേൾക്കും, പരിഗണിക്കും. അപ്പോൾ സുകുമാരൻ നായർ ആരുടെ പേര് പറയും? രമേശ് ചെന്നിത്തലയുടെ പേര്. മുസ്ലിം ലീഗിന് രമേശ് ചെന്നിത്തലയോട് വല്ല വിരോധമുണ്ടോ? ഇല്ല. പരക്കെ വിശ്വസിക്കുന്ന പോലെ പാണക്കാട് തങ്ങൾ BD സതീശൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. ഏതോ സർവേയിൽ BD സതീശൻ പോപ്പുലറാണ്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇത്ര ശതമാനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ തങ്ങൾ റിയാക്ട് ചെയ്തു, അത് ജനപിന്തുണയാണല്ലോ അത് കാണിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് അങ്ങനെ ചെയ്യും, അതെ ജനവികാരം പരിഗണിക്കണമല്ല. ഇത്രയുമാണ് തങ്ങൾ പറഞ്ഞത്. അല്ലാതെ BD സതീശൻ മുഖ്യമന്ത്രി ആയിക്കോട്ടെ എന്നും തങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാനത് വീണ്ടും എടുത്തു നോക്കി ആ ബൈറ്റ്. അങ്ങനെ പറഞ്ഞിട്ടില്ല അദ്ദേഹം. അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല അക്സെപ്റ്റബിളാണ്, അവർക്ക് വിരോധമൊന്നുമില്ല. BD സതീശനോടും വിരോധമില്ല. ഇതായിരിക്കും അവരുടെ നിലപാട്. അപ്പോൾ NSSും മുസ്ലിം ലീഗും അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് രമേശ് ചെന്നിത്തല. എന്നാൽ BD സതീശനെ NSS അംഗീകരിക്കുന്നുമില്ല. അപ്പോൾ ആർക്കായിരിക്കും നറുക്ക് വീഴുക? രമേശ് ചെന്നിത്തലയ്ക്ക്. പിന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലെ പഴയ കോൺഗ്രസ് നേതാക്കളുമായിട്ടുമൊക്കെ നല്ല ബന്ധം, സതീശനേക്കാൾ വലിയ ബന്ധം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ രമേശ് ചെന്നിത്തലയാണ് സാധ്യതയുള്ള ആൾ എന്ന് ഞാൻ കരുതുന്നു. അത് KC വേണുഗോപാലിന് ഇങ്ങനെ ഒരു പ്രയാസമുള്ളത് കൊണ്ടും BD സതീശൻ അത്ര കണ്ട് സ്റ്റേറ്റ് വിട്ട് പോപ്പുലർ അല്ലാത്തത് കൊണ്ടുമാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത് ഒരു ചൂടേറിയ ചർച്ചയ്ക്ക് തന്നെ വഴിയൊരുക്കും കോൺഗ്രസിനുള്ളിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങ് പറഞ്ഞതുപോലെ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നയാളാണ് രാഹുൽ ഗാന്ധി. പക്ഷേ കേരളത്തിലെ സമവാക്യങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി, അതായത് സാമുദായിക പിന്തുണയും ലീഗിൻ്റെ പിന്തുണയും ഒക്കെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് വരുന്നു. മറുവശത്ത് നിന്ന് ജനങ്ങൾ ചോദിക്കും, VD സതീശനല്ലേ ഏറ്റവും ഉജ്ജ്വലമായി നയിച്ചത്, അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് ഉചിതമാണോ എന്ന്. എന്തായാലും പാർട്ടി കോൺഗ്രസ് തന്നെ തീരുമാനിക്കട്ടെ ആര് മുഖ്യമന്ത്രിയാകും എന്ന് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. താങ്ക് യു. ടോക്കിംഗ് പോയിൻറ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.